ഫ്രണ്ട്സ്, അപ്പോൾ എന്താ ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെറുതായിട്ട് തയ്ക്കാൻ ഇറക്കിയിട്ട് അങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്ന കൂട്ടത്തില് തയ്യൽ മെഷീൻ സ്റ്റക്കായി പോയി. അപ്പോൾ തയ്യലിനകത്തില് നമ്മൾ ബോബനൊക്കെ ഇടത്തില്ലേ, അതിനൊക്കെ എന്താ ആ ഒരു കേസിന്റെ ആ ഒരു സ്ഥലത്ത് നൂല് കയറപ്പോഴാണ് സാധാരണ എനിക്ക് ഇങ്ങനെ തയ്യൽ മെഷീൻ സ്റ്റക്കായി പോകാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വീടിനടുത്തൊക്കെയുള്ള ഈ മെഷീനൊക്കെ ശരിയാക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ട് അവരോട് പറഞ്ഞ് അവരെ കൈകൈയൊക്കെ പിടിച്ചിട്ടൊക്കെ ഇത് ശരിയാക്കി വെക്കാറുള്ളത്. അപ്പോൾ കുറെയൊക്കെ ബെഗ് ചെയ്തിട്ടും ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണുള്ളത്, നാട്ടിലല്ല. അപ്പം ശരിയാക്കാൻ കൊണ്ടുപോകുമ്പോൾ ആറയിൽ കൊണ്ടുപോകണം, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ കടയിലൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ ഇത്തവണ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എന്തായാലും സാധനം കേടായി, അപ്പൊ ഇനിയിപ്പോ ശരിയാക്കി ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനിയിപ്പോ കേടായി കഴിഞ്ഞതുകൊണ്ട് എന്തായാലും ശരിയാക്കാൻ കൊടുക്കണമല്ലോ. ശരിയാക്കാൻ കൊടുക്കുമ്പോ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പൈസ കൊടുക്കാന്ന് കരുതിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ശരിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്താവും എങ്ങനെയാവും എന്നൊക്കെയുള്ളത്. പക്ഷെ 99% എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇത് അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. പക്ഷെ റിമൈനിങ് 1% എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു വലിയ കഷ്ണം നൂലാണ് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് മാത്രമേ ഉരേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എന്റെ ബാക്കി അത്രേ പറയുള്ളൂ. അപ്പൊ ദ റിമൈനിങ് 1% എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് തയ്യൽ മെഷീനിൽ ഇങ്ങനെ നൂല് പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പൈസയും കൊടുത്തിട്ട് കടയിൽ പോയി ശരിയാക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് നോക്കിയിരുന്നാൽ മതി. യൂട്യൂബിൽ ഇഷ്ടംമാതിരി വീഡിയോസ് ഇത് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയും ശരിയാക്കുന്നതിനെ പറ്റിയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അത് കണ്ടിട്ട് ഒന്ന് ശരിയാക്കാനുള്ള റിസ്ക് എടുത്താൽ മതി. എന്തായാലും സാധനം കേടായിപ്പോയി, അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി കടയിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ റിസ്ക് എടുത്ത് ഒന്ന് ശരിയാക്കാൻ ശ്രമിച്ചു നോക്കുന്നതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ.